അയ്യോ, എന്നെ വിടു ചേട്ടാ. വിട്ടില്ലെങ്കിലും എന്നെ കളിയാക്കിയതിനുള്ള അനുഭവം അറിയാമല്ലോ. കളിയാക്കിയതല്ല, ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും എനിക്ക് സന്തോഷം തോന്നുന്നത് രാജേട്ടനെ കാണുമ്പോൾ മാത്രമാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. സാരമില്ല, ചേട്ടന് ഞാനുണ്ട്. ഇനി ഞാൻ പോയി. സഞ്ചിയിലെന്താ? കള്ള് അച്ഛന് വേണ്ടി വാങ്ങിയതാ. എന്നാ അച്ഛൻ കുടിക്കണ്ട കേട്ടോ. വേണ്ട ചേട്ടാ, ഇനി തരുന്നേ. മിണ്ടിപ്പോയത്. അങ്ങോട്ട് കേടി പറയുന്നത് അങ്ങോട്ട് കേക്ക്. ഞാനെന്ന് ഇവനെ സ്വല്പം അറിയാതെ ചുമ്മാ ഇരിപ്പണ്. കുടിക്കട്ടെ. മുന്നോടല്ലേ പറഞ്ഞു ഞാൻ സ്വല്പം കുടിക്കട്ടെ. ഇവനെയാണോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ടത്? ഇന്നലെ വരെ തല്ലുകൂടി നടന്നു എന്നേ പറ്റിയിട്ടു. ഇന്ന് കള്ളും പെണ്ണുമായി. ഇങ്ങനൊരു മകൻ ഇല്ലെന്ന് വെക്കുകയാണ് നല്ലത്. ഞാൻ പോട്ടെ. എന്നാ ശരി, നീ പോ. ഞാൻ കൂട്ടിന് വരണോ? വേണ്ട. ശരി, പോ. ഹൈക്കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടാണ് സമർത്ഥരായ വക്കീലന്മാരെ കിട്ടിയതും കേസ് നമ്മൾ ജയിച്ചതും. എല്ലാം ഞാൻ അറിഞ്ഞു. എന്നാ നമുക്ക് പോവാം സർ. വരൂ. നാളെ വോട്ടെടുക്കണം തീരുമാനിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അവധി തന്ന എന്തിനാണെന്നറിയാമോ? കേസ് ജയിച്ചതിന്റെ സന്തോഷം. അല്ലടാ, എന്നെ ശിക്ഷിച്ചവരുടെ പകരം വീട്ടാൻ. എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എനിക്കെതിരെ വിധി എഴുതിയവനാണ് ജസ്റ്റിസ് ദേവരാജൻ. നാളെ ഞാൻ അവന് വിധി എഴുതുന്ന ദിവസമാണ്. നീ ഒരു കാര്യം ചെയ്യ്, മാർക്കറ്റിൽ പോയി ആ ലാസറിനെ എന്നെ ഒന്ന് കാണാൻ പറ. പൊയ്ക്കോ. ജസ്റ്റിസ് ദേവരാജൻ ടു ഹാവ് വിത്ത് ഹിം. ജഡ്ജിമാൻ എങ്ങോട്ടാ? വീട്ടിലേക്ക്. താൻ വലിയ ജഡ്ജിയല്ലേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണോ? താൻ ഇറങ്ങുന്നു അതോ ഞാൻ പിടിച്ചിറക്കണോ? നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം. നിന്റെ അമ്മയുടെ സംബന്ധ കാര്യം. ആരുടെ അമ്മയ്ക്കാടാ സംബന്ധം ആലോചിക്കണ്ടേ? നിങ്ങൾ വണ്ടിക്കകത്ത് കയറിയിരിക്കേ. അകത്തേറിയിരിക്കാൻ നമ്മൾ പറഞ്ഞേ. അവിടെ നനങ്ങി പോവല്ലേ. ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ഏതെങ്കിലും കുടിച്ചു പറ്റിയുണ്ടേ? വാടാ, ഹൽബിൽ താകത്തുണ്ടെ വണ്ടി മേലും തൊട്ടു നോക്ക്. നിന്റെ എല്ലാം മയ്യത്തി നമ്മൾ എടുക്കും. ഉള്ള ഹിമാറുകള് എന്ത് പറഞ്ഞാ പറ്റി?
നമ്മളും കൂടെ വീട് വരെ വരാം. വേണ്ട മൈ, നീ എന്നെ കാലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്തതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. നമ്മളൊക്കെ ഉയരോടെ ഇരിക്കുമ്പോൾ വേണ്ട. നിന്റെ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നിന്നെ ഇറക്കി വിടായിരുന്നു. പക്ഷേ ഇന്ന് നീ ഒരു ജഡ്ജിയാണ്. പബ്ലിക് റോഡ് വെച്ച് റൗഡികളോട് തല്ലുകൂടുന്നത് നിന്റെ അന്തസ്സിന് പറ്റിയതല്ല. എനിക്കിതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാവും നീതി നടത്തുന്നവർക്കാ ശത്രുക്കൾ കൂടുതൽ. നീ ചെല്ല്. ഹലോ, റസിയാണ്. ഇന്നലെ എന്തായിരുന്നു പ്രോഗ്രാം? സാറിന് കണ്ടില്ലല്ലോ. റസിയൊക്കെ അറിയാത്ത വല്ല രഹസ്യ പ്രോഗ്രാം എനിക്കുണ്ടോ? നേരിട്ട് കാണുമ്പോൾ ഞാൻ എല്ലാം പറയാം. കാണാമെന്ന് പറയും. പറയുന്ന സമയത്ത് ഞാൻ കാത്തു നിൽക്കും. പക്ഷേ ആരെ കാണാനാ? ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം മറന്നാണ് സംസാരിക്കുന്നത്. കൂടുതൽ ഡോക്ടർ ചമഞ്ഞാലേ ഞാൻ നേരിട്ട് വീട്ടിൽ വരും. അയ്യോ, ഇപ്പൊ വേണ്ട. കല്യാണത്തിന് മുമ്പ് നീ എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നാലേ നിന്റെ വാപ്പ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാക്കും. എന്റെ വാപ്പ നിന്റെ വാപ്പ എടുത്തിട്ട് ഇടിക്കും. ഹലോ ഹലോ, എന്താ സംസാരിക്കാത്തത്? രാവിലെ ടെറാമൈസും കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലേ? ടെറാമസിനോ? പേഷ്യന്റ് വളരെ സീരിയസ് ആണ്. ഓപ്പറേഷൻ ആവശ്യമുള്ള കേസാണ്. തൽക്കാലം 2 ജലൂസിൽ കൊടുത്താൽ മതി. എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് വട്ടാണോ? വട്ടേ നിന്റെ വാപ്പയ്ക്ക. എന്റെ വാപ്പയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. ഇടി മണ്ടി, ഞാൻ സംസാരിച്ചല്ലേ എന്റെ വാപ്പ കേട്ടത് കൊണ്ടല്ലേ വാപ്പയെ പറ്റിക്കാൻ ഞാൻ മാറ്റർ മാറ്റിയത്. ശരി, വൈകിട്ട് കാണാം. നമ്മളൊന്നും കേട്ടില്ല മോനെ. വട കയറ്. നമ്മൾ ചന്തയിലേക്കാ പോണത്. അതിനെന്താടെ കയറ്? ജഡ്ജിയെ വേണ്ടി ചന്ത വരാൻ പാടില്ല. നീ ചന്തയിലെ ജഡ്ജിയല്ലേ? അതല്ലേ നമ്മൾ 2 വില നടക്കുന്നത്. എനിക്ക് കോടതി പോകാൻ സമയമായടാ. പൊയ്ക്കോളി. പക്ഷേ നേരത്തെ വീട്ടിൽ വരണം. ദൂരമുള്ള ഒരു കാര്യം ആലോചിക്കാറുണ്ട്. എന്തോന്നാ? അത് വീട്ടിൽ വന്നിട്ട് പറയാം. വിട്ടോ? ശരി, വണ്ടി ഇവിടെ. മാതാവിൻ മരപ്രതിമ. എന്താ ഇപ്പഴിങ്ങനെ ആടുന്നത്? അടിച്ചു രാവിലെ പോലെ ഒരു തുള്ളി കിട്ടിയിട്ടില്ല. ഒരു കുപ്പി കിട്ടിയാൽ ആട്ടം ഞാൻ ഇപ്പൊ നിർത്തി തരാം. അന്തപ്പാ ഒന്നിങ്ങോട്ട് കൊണ്ടുപോകാൻ. എടാ വെടക്കോല ഒന്നിങ്ങോട്ട് കൊണ്ടുപോകാൻ. മനുഷ്യന്റെ കാല് തന്നെ തുറക്കാം. ആശാനെ, ഇത് കുടി ആശാനെ. ഞാൻ 2 കുപ്പി പിടിപ്പിച്ചു. ഇപ്പൊ അറിഞ്ഞോടാ? ഇല്ല ആശാനെ. ഇതൂടെ അടി ആശാനെ. എന്താണ് ഞാൻ ഈ മാർഗല്ലാരണ്ടാ? എല്ലാവരും നിന്റെ അച്ഛനെ പോലീസ് അടിക്കുന്നു പോകുന്നു. അയ്യോ, എന്റെ അച്ഛനെ കൊണ്ട് മോളെ വിഷമിക്കാതെ. സ്പിരിറ്റ് വെച്ച മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു എയർ കണ്ടീഷൻ മുറി കിടപ്പുണ്ട് അവിടെ. അങ്ങോട്ട് അച്ഛനെ കൊണ്ടുപോകണത്. 5 ദിവസം ജയിലിൽ കിടന്ന ഏത് നാറിക്കും മന്ത്രിയായിട്ട് പുറത്തു വരാം. അച്ഛനും മന്ത്രിയായിട്ട് പുറത്തു വരും. സ്പിരിറ്റ് മന്ത്രി. ജയില് ഭാഷനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒന്ന് വിട്ടേച്ചു, ഞാൻ നോക്കിക്കോളാം. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്ന് എന്ത് ചെയ്യും? എല്ലാം വെള്ളത്തിന് പുറത്താ.
എന്റെ പൊന്നിയേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിക്കണം. നീ പേടിക്കാതെ നമുക്കൊരു റിക്ഷ വിളിച്ച് കയ്യും കാലും കെട്ടി അതിലിട്ട് വീട്ടിൽ കൊണ്ടുപോവാം. എന്താണ് അവിടെ ചുമ്മാതാ വീട്ടില് പോയിക്കൊണ്ടിരിക്കാനുള്ള രാജാ. മേലാൽ അവൻ ജോലി ചെയ്യുന്ന സമയത്തെ കൊടുക്കില്ലേ? ആ പാവപ്പെട്ട പെണ്ണിനെ കൊടുക്കണം. അത്രേ ഉള്ളൂ. വാ. നിനക്ക് ഈ കാര്യം എന്നോട് പറയാൻ ഇത്രയും മുഖവരിയൊന്നും ആവശ്യമില്ലായിരുന്നു. റസിയും ബഷീറും തമ്മിൽ ഇഷ്ടമാണെന്ന് മൊയ്തൊക്കെ പറയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇക്കാര്യം നമ്മള് കാവൂരിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ചേടാ മണ്ടച്ചാരെ, ഞാനും ഖാദറും തമ്മിൽ ബഷീറിനെ കൊണ്ട് റസിയെ കെട്ടിക്കാൻ വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. അല്ല, അപ്പൊ നിങ്ങളെല്ലാം കൂടി നമ്മളെ മക്കാറാക്കായിരുന്നു. നീ മക്കാറൊന്നും ആകണ്ട. ബഷീറിന്റെ കല്യാണം നടത്തേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതാണ്. എന്ത് മീന്? കരിമീൻ. എവിടെ നടാ? കാഞ്ഞിരോട്ട് കായലിൽ കൊട്ടാരക്കര ഹമുക്കിന്റെ പണം പിരിക്കാൻ പോയപ്പോ കായലോരത്തുനിന്ന് മേടിച്ചതാ. ഓ സുഖായി. മീനിന്റെ കാര്യമൊക്കെ പോട്ടെ, നിങ്ങൾ ആദ്യം കല്യാണത്തിനെ പറ്റി തീരുമാനിക്കേ. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ ഖാദറിനെ ഫോണിൽ വിളിച്ചു തരാം. നിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഞമ്മക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ചമ്പക്കച്ചവടക്കാരന്റെ മോന് DSPന്റെ മോളെ കൊടുക്കുമോന്ന് ചോദിക്കണം. ഓ, ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ നേരിട്ടൊന്ന് ചോദിച്ചോടാ. എഴുന്നേറ്റോ. വാപ്പാ, വാപ്പാ. അല്ലാ, ചായ രാജനെ വിളിച്ച? ഇല്ല. എന്നാ വിളിക്ക്. ഇതൊക്കെ ഇതാ ചായ. എനിക്ക് ചായ വേണ്ട. എന്താ? നീ ആ വീട്ടിൽ ചായ ഉണ്ടാക്കി അത് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ഓഹോ, നീയും വാപ്പ ഇതിനകത്തേക്ക് കിടക്കുന്നു വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാന്? മോനെ, ഈ ഓലപ്പരയില് എന്റെ ഉമ്മാന്റെ പ്രാണൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് പുതിയ വീട് വെച്ച് അനക്ക് തന്നിട്ട് നമ്മളിവിടെ കിടക്കുന്നത്. മൊയ്തുക്ക എവിടെ ഉണ്ടോ അവിടെ ഞാനും കാണുവടാ. ചായ കുടിക്കടാ, എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. മൊയ്തുക്ക, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഡോക്ടറായ ഇവൻ നമുക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത്ര ശരിയല്ല. നേരാണ്. ഞമ്മക്കെല്ലാവർക്കും ചായ ഇട്ട് തരാൻ ഈ വീട്ടിലൊരു പെണ്ണ് വേണം. നമ്മളെക്കാളും വലിയൊരു ചമ്പക്കച്ചവടക്കാരന്റെ മോളെയാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. വാപ്പ, എന്താണ്? എനിക്ക് കല്യാണം കഴിക്കാൻ നേരമാകുമ്പോ ഞാൻ പറയാം. ഇപ്പൊ കാഴ്ച എന്താണ് തകരാറ്? അതെ, അതിസുന്ദരിയായ പെൺകുട്ടി, ആവശ്യത്തിലേറെ പണം, പ്രത്യേകിച്ച് കോളേജ് കുമാരി. പിന്നെ കെട്ടിയാൽ എന്താ കുഴപ്പം? എന്റെ അമേരിക്കൻ ടൂറൊക്കെ കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം. അത് കല്യാണം കഴിച്ച് അമേരിക്ക കയറ്റില്ലേ? വാപ്പയോട് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എവനീ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോ വേറെ എന്തോ ഒന്ന് മനസ്സിലുള്ളത് പോലെ തോന്നുന്നു. ഒന്ന് പോടാ. നിക്കാഹ് ഉടനെ നടത്തി തന്നെ ആവണം. നമ്മളൊന്ന് വിചാരിച്ച ബെട്ടൊന്ന് കണ്ടുണ്ട്. എടാ, നീയും വാപ്പ പറഞ്ഞതിന് കൂട്ടു നിൽക്കണം. നിന്നാലെന്താ? നീ സ്വപ്നം കാണുന്ന റസിയായെ തന്നെ ആണടാ നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. നിക്കാഹ് ഉറപ്പിച്ച് ചായ കുടിയും കഴിഞ്ഞു. പക്ഷേങ്കി ദിവസം കുറിച്ചില്ല. മൊയ്തു തന്നെ പറയൂ. നമ്മൾ എഴുത്തും വായനയൊന്നും അറിയാൻ പാടില്ലാത്തതുണ്ട്. നീ തന്നെ പറ. എന്നാൽ ഖാദർ പറഞ്ഞേക്ക്. സെപ്റ്റംബർ 15 ഒരു നല്ല ദിവസമാണ്. സെപ്റ്റംബർ 15 ചിങ്ങം കഴിഞ്ഞ് കനി തുടങ്ങുന്നതിന് മുമ്പ്. നല്ല ദിവസം. എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ കല്യാണ തീയതി നിശ്ചയിച്ചാൽ മാത്രം പോരാ, അതിനു മുമ്പ് നടത്തേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. പെങ്ങള് പറഞ്ഞ് നമ്മക്ക് ഇവിടെ കിട്ടി. എന്നാ ബഷീറുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ ചടങ്ങ് നടത്താൻ പോവാണ്. മോളെ, ഇങ്ങോട്ട് വാ. എഴുന്നേക്കടാ. എണീക്ക് മോനെ.
ഈ മോതിരം അങ്ങോട്ടിട്ട്. അൽഹംദുലില്ലാ.